അങ്ങനെ ഓണത്തിന്റെ അന്ന് രാവിലെ തന്നെ ഡാഡിക്കുള്ള മുടിയെ കെട്ടി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട്. കുളിച്ചൊരുങ്ങി തറവാട്ടിലെത്തിയപ്പോ സമയം 11:15. ഇവിടെ ഓരോരുത്തരെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ബിഗ് ബോസ് വിട്ടൊരു കളിയില്ലാത്തോണ്ട് അതും വെച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാരുടെ ഒന്ന് പൂവിടാൻ തുടങ്ങി. അങ്ങനെ ഒട്ടും വഹിക്കാതെ പൂക്കളവും വരച്ച് പൂടാനും തുടങ്ങി. ഇപ്രാവശ്യത്തോളം മഴ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റാത്ത വെയിൽ കാരണം കൊടയും പിടിച്ചാണ് ഞങ്ങൾ പൂക്കളം ഇട്ടത്. അങ്ങനെ വിചാരിച്ചത് വേഗത്തിൽ പൂക്കളം സെറ്റ് ആയിട്ടുണ്ട്. ഉദ്ദേശിച്ച കളർ കിട്ടാത്തതുകൊണ്ട് തന്നെ തേങ്ങാപ്പരയിൽ കളർ മിക്സ് ചെയ്ത് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പൂക്കളം റെഡിയായി. സമയം തീരെ വൈകാത്തോണ്ട് ഒരുങ്ങാനുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ആദ്യത്തെ പന്തി വീട്ടിലെ മുതിർന്നവരും രണ്ടാമത്തെ പന്തി ഞങ്ങൾ പിള്ളേരും ഇരുന്നു. അങ്ങനെ കുഞ്ഞു രാമായണത്തിൽ ബിജു മേനോൻ പറയുന്ന പോലെ ഓലം വന്നു, കാളം വന്നു, എരിശ്ശേരി വന്നു, പുറകെ പുറകെ കറികൾ ഓരോന്നായിട്ട് വന്നു. അവസാനം ചോറും സാമ്പാറും വന്നു. ഞങ്ങൾ സദ്യ കഴിക്കുന്നതിന്റെ ഇടയിൽ നടന്ന ഫോട്ടോഷൂട്ടിന്റെ രംഗങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ കാണുന്നത്. അവസാനം പായസവും കുടിച്ച് ഞങ്ങളെല്ലാം മടക്കി. പിന്നെ അടുത്ത 2 ട്രിപ്പായിട്ട് വീട്ടിലെ ഡാഡി ടീംസും മമ്മി ടീംസും ഇരുന്നു. ഇതാണ് ഞങ്ങളുടെ ഏതൻകുട്ടൻ. മുണ്ടഴിഞ്ഞു പോയിട്ട് ഉടുക്കാൻ പോണ സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ 8 പെങ്ങന്മാർക്ക് കൂടി ഒറ്റ ആങ്ങളെയാണ് ഇവൻ. ഇത് ഞങ്ങളുടെ അന്നമ്മ. വീട്ടിലെ ഏറ്റവും ചെറിയ യക്ഷിയാണ് ആള്. കുറെ നാളുകൂടി അന്നമ്മനെ കണ്ടോണ്ട് എല്ലാവരും മാറി മാറി കൊച്ചിനെടുത്തോണ്ട് നടപ്പായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച ഒരുവിധം സൈഡായപ്പോ എല്ലാവരും പുറത്തിറങ്ങിയിരുന്നു. വിശേഷങ്ങളായി, ഫോട്ടോഷൂട്ടായി, പായസത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ കണ്ണടച്ച് തുറക്കും മുന്നേ ഈ പ്രാവശ്യത്തെ ഓണവും കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.